നല്ല അറബിയിൽ വാ ഉച്ചരിക്കേണ്ടത്. പിന്നെയോ രണ്ട് ചുണ്ടുകളുടെ ഇടയിൽ നിന്നാണ് അത് വരേണ്ടത്. അതായത് ചുണ്ട് ഇങ്ങനെ ശരിക്കൊന്ന് കൂടിന് വരും, ചുണ്ട് കൂർപ്പിച്ചിങ്ങനെ കൂണ് വരും. അതെ, വ വ വ എന്ന് പറയും, അല്ലാതെ വ എന്നല്ല, വ വ വ വ എന്നല്ല, വ. കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് രണ്ടും വ്യത്യസ്തമായി മനസ്സിലായി കാണുന്നുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ ഞാൻ പറഞ്ഞത് രണ്ട് ചുണ്ട് മദ്യം ഒഴിവാക്കി രണ്ട് ചുണ്ടിന്റെ ഇടയിൽ നിന്നാണ് അർത്ഥം. രണ്ട് ചുണ്ട് ഇങ്ങനെ കൂട്ടിയിട്ട് വ എന്ന്. നമ്മൾ മറ്റേത് പറയുമ്പോ ഫ എന്ന് പറയുന്ന ആ രീതിയാണ് ഒഴിവാക്കിയിട്ട് രണ്ട് ചുണ്ട് ഇങ്ങനെ ഒരു ഓട്ടം ഇങ്ങനെ വരുന്ന രീതിയിൽ നമ്മളെ കാണുന്നവർക്ക് പിന്നെ വേണമെങ്കിൽ അതിന് കോലക്കെടാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെയൊക്കെ പറയുമ്പോൾ വേറെ ഒരു മോശമായിട്ട് ചിത്രീകരിക്കരുത്, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞാണ് വ എന്ന്. ഞാൻ അടുത്തതിലേക്ക് അർ റഹ്മാൻ റഹീം കഴിഞ്ഞു. മാലികി യൗമിദ്ദീൻ. ആ ദീനിനെ നമ്മൾ വേണമെങ്കിൽ കുറച്ച് നീട്ടാ, ജായിസുള്ളൂ. നീട്ടിയാലും നീട്ടാതിരിക്കലൊക്കെ സമം തന്നെയാണ്. നീട്ടിയാൽ ജായിസാണ്. കുറച്ച് നന്നായി ഓതാണെങ്കിൽ മാലികി യൗമിദ്ദീൻ ഇത്രയൊക്കെ ആവാം. ഇനി അടുത്തത് ഇയ്യാക്ക. ഇയ്യാക്കയിലെ ഹംസും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചൊരു ശബ്ദത്തിൽ തന്നെ പറയണം. അത് എന്ന് പറയാതെ പടച്ചോനെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ നിനക്ക് ഇബാദത്ത് ചെയ്യുന്നു എന്ന കാര്യമാണ് അവിടെ പറയുന്നത്. അപ്പോ ഇയ്യാക്ക. ഇനി യാ ഈ എന്ന് പറയുമ്പോ നമ്മൾ ഒന്ന് ശക്തിയിൽ പറയുക, ഇയ്യാക്ക ഇയ്യാക്ക. ഈ യാ എവിടെ നിന്ന് പുറപ്പെടണം? യാ നമുക്ക് മലയാളത്തിൽ നമ്മൾ എവിടെയാ യാ പറയുന്നത്? നമ്മൾ അതന്നെ അറബിയിലും ഒക്കെ വ്യത്യാസമുണ്ട്. അറബിയാണ്, ഇത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാഷയാണ്, ഇത് ഖുർആന്റെ ഭാഷയാണ്, സ്വർഗത്തിലെ ഭാഷയാണ്. ഈ ഭാഷ പഠിക്കൽ വല്ലാത്ത അനുഗ്രഹവുമാണ്. ഉഹിബ്ബുൽ അറബ ലിസലാസ് ലിഅന്നി അറബിയ്യുൻ വലുഗതു അഹ്ലിൽ ജന്ന അറബിയ്യുൻ പിന്നെന്താ പറഞ്ഞത്, വലുഗത്തുൽ ഖുർആൻ അറബി ഹകദാ ഖാല മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെയാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അറബിയാൾ എനിക്ക് വല്ലാത്ത, അറബ് ഭാഷ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. ഒന്ന് ഞാൻ അറബിയാണ്, ഖുർആന്റെ ഭാഷ അറബിയാണ്, പിന്നെ സ്വർഗത്തിലെ ഭാഷ അറബിയാകുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഭാഷ പഠിക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് ശുഗലാവുന്നത് വലിയ ഒരു പുണ്യകർമ്മമാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മാലിക് യൗമിദ്ദീൻ കഴിഞ്ഞിട്ട് ഇയ്യാക്ക പറയുമ്പോൾ ഹംസ് കഴിഞ്ഞതിന് ശേഷം യാ ഉച്ചരിക്കേണ്ടത് നാവിന്റെ മധ്യത്തിൽ നിന്നാണ്. യാവിന്റെ ഉച്ചാരണം നാവിന്റെ മധ്യവും മേലെണ്ണാക്കും, അങ്ങനെയാണ് അതിന്റെ ഉച്ചാരണം. അതായത് ജീമ് ഷീന് യാ, ജീമ് ഷീന് യാ, ഇത് മൂന്നും ഉച്ചരിക്കേണ്ടത് നാവിന്റെ മധ്യമാണ്. അത് ജീം എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിയാവില്ല. നമ്മൾ പറഞ്ഞു നോക്കേണ്ടത് അജ് അജ് അഷ് ഐ ഇങ്ങനെ പറഞ്ഞു നോക്കുമ്പോൾ നമ്മൾ നാവിന്റെ മധ്യത്തിൽ തട്ടണം. ജ് ഷ് യാ ജാം ഷാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ശരിയാവില്ല. അജ് അഷ് ഐ അജ് അഷ് ഐ ഇങ്ങനെ പറഞ്ഞു നോക്കുമ്പോൾ നാവിന്റെ മധ്യവും മേലെണ്ണാക്കുമാണ് ഈ മഖ്റജുകളുടെ ഈ അക്ഷരങ്ങളുടെ മഖ്റജ്. ജീം ഷീൻ യാ അജ് അഷ് ഐ. അപ്പൊ നമ്മൾ ഇയ്യാക്ക പറയുമ്പോൾ ഈ നാവിന്റെ മധ്യത്തിലാണ് അത് വരേണ്ടത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക നഅ്ബുദു എന്ന് പറയുന്നിടത്ത് പലരും പല രീതിയും സ്വീകരിക്കുന്നുണ്ട്. അതായത് നഅ്ബുദു എന്ന് ശരിക്കും നഅ്ബുദു എന്നും പറയുന്നുണ്ട്, നഅ്ബുദു എന്നും പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ആവാം. പക്ഷെ അത് കുളമാക്കി നഅ്ബുദു അല്ലെങ്കിൽ ഇയ്യാക എന്ന് വെച്ചിട്ട് ഐനിനെ അങ്ങോട്ട് കൊളമാക്കിയിട്ട് അങ്ങേയറ്റത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. അതിലൊന്നും ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. ഇതൊക്കെ ഇവിടേക്കൊക്കെ പറഞ്ഞത് തന്നെ. നമ്മോട് കഴിവിന്റെ പരമാവധി നമ്മളോട് കീർത്തിക്കണുള്ളൂ. ഇതൊക്കെ നമുക്ക് കഴിയുന്ന രീതിയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്. എന്ന് വെച്ചിട്ട് വസ്വാസം ഇങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് അയിനങ്ങോട്ട് പറയുമ്പോക്ക് നമ്മൾ എന്തോ ആയിത്തീരുന്ന രൂപത്തിൽ ഇയ്യാക എന്ന് പറയാതെ ഒരു മിതമായ രൂപത്തിൽ ഒരു ലളിതമായിട്ട് തന്നെ ഉച്ചരിക്കാൻ കഴിയുന്ന നിലയിലാണ് ഖുർആനുള്ളത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നസ്തഈൻ എന്ന് പറയുമ്പോ സീനും താവും ഒക്കെ ഒരേ പോലത്തെ ഒരു അക്ഷരങ്ങളായിട്ടാണ്.
പക്ഷെ അതിനിടയിൽ നമ്മൾ മറ്റൊരു അക്ഷരം അവിടെ കലരാൻ ചില സാധ്യതകൾ അവിടെ വരുന്നുണ്ട്. നസ്തഈൻ എന്ന് ചിലര് പറയുമ്പോകുന്നുണ്ട്, ചിലവര് ഈ നസ്ത എന്ന് പറയാതെ നസ് എന്നുള്ളിടത്തുള്ള സീനിനെ സാദാക്കി മറിക്കുന്നുണ്ട്, താഇനെ താ ആക്കി മറിക്കുന്നുണ്ട്. അങ്ങനെ പല നിലയിലും അതിനെ ഉച്ചരിക്കുന്നുണ്ട്. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നസ്തഈൻ എന്ന് പറയുന്ന ഐനിനെയും ഒന്നിങ്ങോട്ട് വളച്ചിട്ട് നല്ല ഉഷാറാക്കിയിട്ട് ഇങ്ങോട്ട് വിടണം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അങ്ങനെ. ഇനി അടുത്ത ആയത്ത് ഇഹ്ദിന എന്ന് പറയുന്നിടത്ത് നമ്മൾ പലരും ഇഹ്ദിന എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയാൻ പാടില്ല. ഇഹ്ദിന എന്ന് പറയേണ്ട ആവശ്യം അവിടെ ഇല്ല. ഒന്നാമത്തത് കൽക്കലത്തിന്റെ ഹർഫൊന്നുമല്ല ഹാ. ഹാ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ കാറ്റ് പോകണം അവിടെ. ഇഹ്ദിന 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 സിറാത്തൽ മുസ്തഖീം. ഇഹ്ദിന അങ്ങനെയല്ല, ഇഹ്ദിന സിറാത്ത അങ്ങനെയല്ല, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇഹ്ദിന ഈ എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് കനത്ത് തന്നെ ഇഹ്ദിന 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 സിറാത്തൽ മുസ്തഖീം. അവിടെ പലരും മുസ്തഖീമിനെ നന്നാക്കി ചൊവ്വായ എന്ന പദത്തെ വളരെ മുഅവ്വജായിട്ടാണ് പറയപ്പെടുന്നത്. ചൊവ്വായ എന്ന അർത്ഥമുള്ള, നല്ല മുസ്തഖീമായ എന്ന അർത്ഥമുള്ള ആ പദത്തെ മുസ്തഖീം എന്ന് ശരിക്ക് പറയേണ്ടതിന് പകരം മുസ്തഖീം എന്ന് പറയും. കാരണം ഈ ഖാഫ് നല്ലൊരു ഇസ്തിലാന്റെ ഒരു അക്ഷരാണ്. അതായത് നല്ല ഒരു ഉയർച്ച ഉള്ള, നല്ല ഖാഫ് കുത്തുബുജദ അല്ലെങ്കിൽ കൽക്കലത്ത്, അങ്ങനെ പല വിശേഷങ്ങളുള്ള ഒരു അക്ഷരം. അതേപോലുള്ള ഒരു സ്ട്രോങ് ഉള്ള അക്ഷരം തന്നെയാണ് സ്വാദ്. അങ്ങനെ ആക്കിയിട്ട് മുസ്തഖീം എന്നങ്ങോട്ട് പറയും. രണ്ടും മാറ്റിയിട്ട് മുസ്തഖീം, അല്ലെങ്കിൽ മുസ് എന്ന് മാറ്റിയാൽ തന്നെ മുസ്ത എന്ന് പറയും. രണ്ടും പാടില്ല. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് വ്യക്തമായി പറയുക. നേരത്തെ ഞാൻ ഷെയ്ത്താൻ എന്ന് പറഞ്ഞെടുത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെയും പിന്നെ മുസ്തഖീമും സിറാത്തയുമായിട്ട് നമ്മൾ മുറിക്കാൻ പാടില്ല. രണ്ട് പദങ്ങള് സിറാത്ത ഒന്ന് വേറെയും മുസ്തഖീം വേറെയും ആണെങ്കിൽ, പക്ഷെ നമ്മൾ ഓതുമ്പോ സിറാത്ത മുറിച്ചിട്ടും മുസ്തഖീം വേറെ ആയിട്ട് പറയരുത്. അത് രണ്ടും ചേർന്നുകൊണ്ട് തന്നെ അതിങ്ങനെ ഒഴുക്ക് പോലെ പോകണം. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. പിന്നെ ഞാൻ അന്ന് ഉണർത്തിയല്ലോ സ്വാദിന്റെ മഖ്റജ്. ഇനി ഒന്നുകൂടി ആള് പിന്നെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം. സ്വാദ് എന്ന് പറയുമ്പോൾ സ്വാദ് എന്ന് പറയുമ്പോൾ അതിന്റെ മഖ്റജ് നാവിന്റെ പിന്നെ സ്വാദ് എന്ന് പറയുമ്പോൾ രണ്ട് മുൻപല്ലുകളുടെ ഇടയിൽ നിന്നാണ് ഈ അക്ഷരം ഉച്ചരിക്കേണ്ടത്. മുൻപല്ലുകളുടെ ഇടയിൽ നിന്ന് സ്വാദ് 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 സ്വാദ്. സ്വാദിഷ്ടമല്ല, സ്വ എന്നല്ല, മലയാളത്തിലുള്ള സ്വാദ് അല്ല. അന്ന് ഞാൻ പറഞ്ഞല്ലോ സ്വാദ് എന്ന് നമ്മൾ പറയും, സ്വരം എന്ന് പറയും. പിന്നെ അങ്ങനെയുള്ള മലയാളത്തിലുള്ള ഒരു സ്വ എന്ന അങ്ങനെ സ്വിറാത്വ അങ്ങനെ പറയരുത്. താവിന് നമ്മൾ തത്വം അതല്ല, രണ്ടും രണ്ട് തന്നെയാണ്. ഒന്ന് ഫ എന്നാണ്, ഫ മുൻപല്ലുകളുടെ ഇടയിൽ നിന്നാണ് അത് വരേണ്ടത്. സ്വ എന്ന് പറഞ്ഞ മലയാളമായി പോയി, ഫ എന്ന് പറഞ്ഞാൽ അറബി ആയിപ്പോയി. പിന്നെ നേരെ മറിച്ച് തത്വം എന്ന് പറയുന്ന അതേ ത്വയാണ് നമ്മൾ
സിറാത്ത എന്നതിൽ ഉച്ചരിക്കുന്നതെങ്കിൽ അത് മലയാളമായി പോയി. സിറാത്വല്ലദീന കേൾക്കുന്നവർക്ക് വല്ലാതെ പ്രശ്നമൊന്നും വരില്ല. സിറാത്വല്ലദീന അങ്ങനെ പറയും. നമ്മൾ ത്വാ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? ത്വാ അല്ല അവിടെ ഓ ത എന്നല്ല, അതിന്റെ കുറച്ചും കൂടി മുകളിലേക്ക് നമ്മൾ ത പറയുന്നതിന്റെ കുറച്ചും കൂടി മുകളിലേക്ക് കയറ്റിയിട്ട് ഓ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഇങ്ങനെ സ്വാദും ത്വാവും പറയാൻ അറിയാത്തവർ, ഞാനിപ്പോ എനിക്ക് ഈ നിലയ്ക്ക് പറയാൻ കഴിയുള്ളൂ. ഒന്നുകൂടി പിന്നെ വേണമെന്ന് നല്ലോണം ആഗ്രഹിക്കുന്നവര് നമ്മുടെ ക്ലാസ്സിലെ അലിക്രാം എന്ന ഐഡിയിലുള്ള ഉസ്താദുമായോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധപ്പെട്ട ഏതെങ്കിലും ഉസ്താദുമാരുമായോ ഇനി ഒക്കെ പിടുത്തം കിട്ടിയില്ലെങ്കിൽ ഞാനുമായോ ഒക്കെ, അതായത് അവരൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അവരൊക്കെയാണ് ഏറ്റവും നല്ലത്. അവരൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഞാനുമായോ ബന്ധപ്പെട്ടാല് അത് പറഞ്ഞു തരേണ്ടത് പറഞ്ഞാല് പിന്നെ ഇപ്പൊ ഈ നിലക്ക് പറയാന്, അല്ലാത്ത നമ്മൾക്ക് നേരിട്ട് കണ്ടാലേ പിന്നെ പറ്റുള്ളൂ. അതിപ്പോ എങ്ങനെ നടക്കുമെന്ന് തോന്നുന്നില്ല. അപ്പൊ ഏതായാലും അത് ത്വാവും സ്വാദും നമ്മൾ ശരിക്ക് നന്നായി ഉച്ചരിക്കണം. ഫാത്തിഹയിൽ കൂടുതൽ ആളുകൾക്കും ഭൂരിഭാഗം ആളുകൾക്കും എന്ന് പറയാൻ തെറ്റുവരുന്ന ഏറ്റവും പ്രയാസമുള്ള അക്ഷരങ്ങളിൽ പെട്ടതാണ് എന്ന് പറയുമ്പോൾ നമ്മളെ ചുണ്ട് ചലിക്കണമെങ്കിലും നമ്മളെ പിന്നെ തൊള്ളക്കൊരു പ്രശ്നം വരേണ്ട ആവശ്യമില്ല. സ്വാദ് പറയുമ്പോഴും പറയുമ്പോഴും എന്ന് പറഞ്ഞ് തൊള്ള തുറക്കേണ്ട ആവശ്യമില്ല. അവിടെ ഒരു ഫത്ഹ അവിടെ വരണ്ടെന്നർത്ഥം. തൊള്ളക്കൊരു ഫത്ഹ വരേണ്ട ആവശ്യമില്ല. തൊള്ള ഇരിക്കുന്നിടത്ത് അവിടെ ഇരുന്നാൽ മതി. വായയിലും തൊള്ളയായാലും നമ്മൾ എല്ലാവർക്കും മനസ്സിലാവുന്ന വിചാരിക്കുന്നത്. ഞാൻ മലപ്പുറക്കാരനാണ്, അപ്പൊ തൊള്ളാന്നൊക്കെ പറയുള്ളൂ. ക്യാമൊന്നും ഇല്ല കേട്ടോ, ഇവിടെ ക്യാമറ ഒന്നും ഇപ്പൊ ഇല്ല. ഇവിടെ ഉണ്ടെങ്കിലും അത് പറ്റൂല, വേണ്ട. പിന്നെ ഇപ്പൊ ഇങ്ങനെ പോട്ടെ. ഏതായാലും അപ്പോ എന്താണ് നമ്മൾ പറഞ്ഞത്? എന്ന് പറയുമ്പോൾ നമ്മുടെ തൊള്ളക്ക് എന്ത് വരരുത്? ഒരു തുറച്ചിൽ വരേണ്ട ആവശ്യമില്ല. ആ സാധാരണ ഫത്ഹ ഉച്ചരിക്കുമ്പോൾ, ഫത്ഹ എന്ന് പറഞ്ഞാൽ തന്നെ തുറക്കുക എന്നല്ല അതിന്റെ അർത്ഥം. ഫത്ഹ് എന്നൊക്കെ പറയുമ്പോ അതിന് ഫത്ഹ് പറയുമ്പോൾ ആ ഫത്ഹ് എന്നുള്ളതിന്റെ അർത്ഥം തന്നെ തുറക്കലാണല്ലോ. ആ ഒരു തുറക്കൽ ഉണ്ടാകുമെന്നല്ലാതെ എന്ന് പറഞ്ഞിട്ട് തൊള്ളങ്ങട്ട് കൂർപ്പിച്ചിട്ട് ഒരു തുറക്കല് അതിന്റെ ആവശ്യം ഇല്ല. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഇത് ഇത്ര മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അടുത്ത ആയത്ത്, സിറാത്തല്ലദീന അൻഅംത അലൈഹിം സിറാത്തല്ലദീന അൻഅംത അലൈഹിം. ഈ നേരത്തെ പറഞ്ഞ സിറാത്ത് തന്നെയാണ് ഇവിടെ. അപ്പൊ ഇനി ആവർത്തിക്കേണ്ട ആവശ്യമില്ല. അവിടെയുള്ള റായിനും തഫ്ഹീം ചെയ്തുകൊണ്ട് തന്നെ നല്ല കനത്തോടു കൂടി തന്നെയാണ് ഉച്ചരിക്കേണ്ടത്. സിറാത്ത് ആവരുത്. ശരിക്ക് നല്ല തഫ്ഹീമോട് കൂടി. ആ സ്വാദും പാവും ഒക്കെ അങ്ങനെ ഇസ്തിഅലാന്റെ അക്ഷരങ്ങളാണ്. എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇസ്തിഅലാന്റെ അതൊക്കെ സിഫാത്തുൽ ഹുറൂഫ് പറയുമ്പോൾ പറയേണ്ടതാണ്. ഇപ്പൊ തന്നെ എല്ലാം കൂടി പറഞ്ഞാല് ഒന്നും തിരിയാതാകും. സിറാത്തല്ലദീന പറയുമ്പോൾ അല്ലദീന തന്നെയാണ് അവിടെ, അല്ലാതെ അല്ലദീനല്ല. സിറാത്തല്ലദീന എന്നൊരിക്കലും പറയാൻ പാടില്ല. സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം ആമീൻ. ഇവിടെ ഒരുപാട് കാര്യം ശ്രദ്ധിക്കാണ്ട്. അല്ലദീന ഒന്ന് മറക്കരുത്. പിന്നെ അൻഅംതയിലുള്ള നൂനിനെ വ്യക്തമായി ഉച്ചരിക്കണം. ഇതൊക്കെ നമ്മൾ പ്രധാനപ്പെട്ട ഉസ്താദുമാർ ഇത് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് അൻഅംതയിലും മഗ്ദൂബിയിലുള്ള സുക്കൂനിനെ നിങ്ങൾ വല്ലാതെ ഗൗരവത്തിലെടുക്കണം. അത് ശരിക്കും സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വഹരിസ് അല സുകൂനി ഫീ ജഅൽന അൻഅംത വൽ മഗ്ദൂബി മഅ ളലൽനാ. അപ്പൊ ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ, അൻഅംത അത് ഐനാണ് നൂന്റെ ശേഷം. പിന്നെ മീമിന് സുക്കൂൻ ചെയ്യാൻ നമ്മൾ മറക്കരുത്.